ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടിയത് ഫുട്ബോൾ ലോകം ഒന്നടങ്കം ആഘോഷിച്ച ഒരു കാര്യമായിരുന്നു. കാർലോ ആഞ്ചലോട്ടി അതുവരെ നെയ്മർ ജൂനിയറെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷെ അവസാന നിമിഷം കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അത് നെയ്മർ ആരാധകർ മാത്രമല്ല, എല്ലാ ഫുട്ബോൾ ആരാധകരും ആഘോഷിച്ച ഒരു കാര്യമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് R7 എസ്പോർട്ടസ് എന്ന മാധ്യമം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടിയതിന് പിന്നാലെ 1 മണിക്കൂറിനകം കോടികളാണ് സമ്പാദിച്ചത് എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് 50 മിനിറ്റിനുള്ളിൽ നെയ്മർ ജൂനിയർ 3 പരസ്യങ്ങളുടെ ഭാഗമായി, അഥവാ 3 കമ്പനികളുമായി കൈകോർത്തുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അഡ്വർടൈസ്മെന്റ് നടത്തി എന്നുള്ളതാണ്. അതേ തുടർന്ന് 30 മില്യൺ ബ്രസീൽ റീലാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അതായത് 30 മില്യൺ ബ്രസീൽ റീൽ എന്ന് പറയുമ്പോൾ ആകെ 57 കോടി രൂപ വരും. അത് 50 മിനിറ്റിനുള്ളിൽ 57 കോടി രൂപയാണ് നെയ്മർ ജൂനിയർ സമ്പാദിച്ചിട്ടുള്ളത്. അതായത് സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ പാർട്ണർമാരായ മെർക്കാഡോ ലിബ്രെ, പ്യൂമ, റെഡ്ബുൾ ഈ 3 കമ്പനികളുടെയും പരസ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ രംഗത്ത് വരികയായിരുന്നു. ഓരോ പരസ്യത്തിനും 10 മില്യൺ ബ്രസീൽ റീലാണ് നെയ്മർ ജൂനിയർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് R7 എസ്പോർട്ടസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. 10 മില്യൺ ബ്രസീൽ റീൽ എന്ന് പറയുമ്പോൾ ഏകദേശം 19 കോടി രൂപ വരും. അങ്ങനെ ആകെ 57 കോടി രൂപയാണ് നെയ്മർ ജൂനിയർക്ക് ഈ പരസ്യത്തിലൂടെ വരുമാനമായി കൊണ്ട് ലഭിച്ചിട്ടുള്ളത്. വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടിയതിന് പിന്നാലെ എല്ലാ കമ്പനികളും നെയ്മർ ജൂനിയറെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു, പരസ്യത്തിലൂടെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അതുവഴി വലിയ ഒരു ഇൻകമാണ് നെയ്മർ ജൂനിയർക്ക് ലഭിച്ചത് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഫുട്ബോൾ ലോകം ഒന്നടങ്കം ആഘോഷിച്ച ഒരു തിരിച്ചുവരവ് തന്നെയാണ് നെയ്മർ ജൂനിയറുടേത്. വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ഭാഗമാകുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.